ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ശാലോം ടെലിവിഷൻ്റെ ദൈവവചന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഇതാണ്: വെണ്ണീറിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലവും നൽകുന്നവനായ നമ്മുടെ ദൈവം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ തിരുവചനത്തിലാണ് ഈ വചനം ദൈവം അരുളി ചെയ്തിരിക്കുന്നത്. വെണ്ണീറിന് പകരം പുഷ്പമാല്യം. തകർന്ന് ചാരമായി പോയ മനുഷ്യ ജീവിതത്തിന് പകരം ദൈവം അവന് പുഷ്പം കൊണ്ടുള്ള മാല അണിയിക്കുന്നു. ഒരു പൂക്കൾ കൊണ്ട് നിറഞ്ഞ മാല അവനെ അണിയിച്ച് ദൈവം ആദരിക്കുമെന്ന്. കരഞ്ഞ് കരഞ്ഞ് തളർന്നു പോയ മനുഷ്യന് സ്തുതിയുടെ മേലങ്കി, വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ ഗീതമുതിർക്കുവാൻ ദൈവം കൃപ കൊടുക്കുമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ വചനവുമായിട്ട് ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, ആരാണ് ഈ വചനം പറഞ്ഞിരിക്കുന്നത്? 2, ആരോടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? 3, എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ 3 കാര്യങ്ങളും ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ പരിശുദ്ധാത്മാവിൽ തന്നെ നമുക്ക് ആശ്രയിക്കാം. ആത്മാവ് തന്നെ ദൈവവചനം നമുക്ക് വെളിപ്പെടുത്തി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒന്നാമതായിട്ട്, ആരാണ് ഇത് പറയുന്നത് ചോദിക്കുമ്പോൾ, ഇത് പ്രവാചകൻ പറഞ്ഞ ഒരു വചനമല്ല, മനുഷ്യൻ പറഞ്ഞ ഒരു വചനമല്ല, സുവിശേഷ പ്രഘോഷകൻ പറഞ്ഞ ഒരു വചനമല്ല, ഏതെങ്കിലും രാജാവോ ചക്രവർത്തിയോ പറഞ്ഞ ഒരു വചനമല്ല. ഇത് പറഞ്ഞിരിക്കുന്നത് തത്വചിന്തകരാരുമല്ല, പറഞ്ഞിരിക്കുന്നത് പണ്ഡിതരല്ല. അങ്ങനത്തെ ഒരു ഗ്രൂപ്പിലും ഈ ആളെ പെടുത്താനായിട്ട് പറ്റുകയില്ല. ഈ വചനം പറഞ്ഞിരിക്കുന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ അധരങ്ങൾ നമ്മോട് സംസാരിച്ച വചനമാണ് നമ്മളിവിടെ കേട്ടത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യർ പല വിധത്തിൽ തകർക്കപ്പെട്ടവരാണ്. മനസ്സിൽ മുറിവേറ്റവർ, ആത്മാവിൽ തകർന്നു പോയവർ, ശരീരത്തിൽ ഒരുപാട് പീഡ അനുഭവിക്കുന്നവർ, കുടുംബങ്ങളിൽ തകർച്ച അനുഭവിക്കുന്നവർ, ജോലിസ്ഥലത്ത്, എല്ലായിടത്തും മനുഷ്യൻ വേദനകൾ ഏറ്റുവാങ്ങുന്നവനാണ്. ഒരുപാട് പേരും പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും അകത്ത് ഒത്തിരി നൊമ്പരങ്ങൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്നവരാണ്. എന്നാൽ ഏകാന്ത നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ മുമ്പാകെ ചെല്ലുമ്പോൾ മനുഷ്യർ പലപ്പോഴും പൊട്ടിക്കരയുന്നു. ഉള്ളിൽ പിടിച്ചു വച്ചിരിക്കുന്ന നൊമ്പരങ്ങളെല്ലാം അണപൊട്ടി ഒഴുകുന്നു. കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയാണ്. ദൈവം ഇവിടെ ഇങ്ങനെയുള്ളവരെ നോക്കിക്കൊണ്ട് ദൈവമായ കർത്താവ് അരുളി ചെയ്യാണ്: ഞാൻ നിന്റെ കണ്ണുനീരിന് പകരം ആനന്ദത്തിൻ്റെ തൈലം നിനക്ക് തരും, ഞാൻ നിന്റെ വെണ്ണീറിന് പകരം നിനക്ക് പുഷ്പമാല്യം തരും. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മോട് സംസാരിക്കുന്ന ഒരു ദൈവത്തെ എന്തുകൊണ്ടാണ് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കാത്തത്? അതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വീണു എന്നുള്ള ഒറ്റ കാരണത്താൽ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അപ്പൻ്റെയും അമ്മയുടെയും മകനായി മകളായി ഒരു ക്രിസ്തീയ പശ്ചാത്തലമുള്ള കുടുംബത്തിൽ ജനിച്ചു എന്ന ഒറ്റ കാരണത്താൽ ആരും ദൈവത്തെ അറിയണമെന്ന് യാതൊരു ഗ്യാരൻറ്റിയുമില്ല. എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോകുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ ഒരു വ്യക്തി ദൈവത്തെ അറിയണമെന്ന് നിർബന്ധമില്ല. ധ്യാന കേന്ദ്രത്തിൽ പോയി ഇരിക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ ഒരു വ്യക്തി ദൈവത്തെ അറിയണമെന്ന് നിർബന്ധമില്ല. എല്ലാവരും പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ കൂട്ടത്തിൽ പാട്ടുപാടുന്നു, കൈയടിക്കുന്നു, തുള്ളിച്ചാടുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ ഒരു വ്യക്തി ദൈവത്തെ അറിയണമെന്ന് നിർബന്ധമില്ല. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ദൈവത്തെ അറിയാനായിട്ട് സാധിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനം പറയുന്നു: ഇഫ് യു സീക്ക് മീ വിത്ത് ഓൾ ഓഫ് യുവർ ഹാർട്ട് യു വിൽ ഫൈൻഡ് മീ. നീ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിച്ചാൽ നീ എന്നെ കണ്ടെത്തും. നീ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിച്ചാൽ നീ എന്നെ കണ്ടെത്തും. 5 പവൻ്റെ മാല ഒരു സഹോദരിക്ക് നഷ്ടപ്പെടുകയാണെന്ന് വിചാരിക്കുക. 5 പവൻ്റെ മാല നഷ്ടപ്പെട്ടു പോയ ആ ചേച്ചി എങ്ങനെയായിരിക്കും ആ മാല അന്വേഷിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരിക്കും. കാരണം എല്ലായിടത്തും ഫോൺ ചെയ്ത് ചോദിക്കുന്നു. രാത്രി സമയമാണെങ്കിൽ വളരെ ശക്തി കൂടിയ ബാറ്ററികൾ ഉപയോഗിക്കാവുന്ന ഒരു നല്ല പവർഫുൾ ആയിട്ടുള്ള ടോർച്ച് എടുത്തുകൊണ്ട് വിളക്ക് കത്തിച്ചുകൊണ്ട് എല്ലായിടത്തും അന്വേഷിക്കുന്നു. ഇനി അന്വേഷിക്കാത്ത ഒരു ഇടവുമില്ല. അല്പം പോലും അലസത കാണിക്കാതെ, അല്പം പോലും ഒരു സമർപ്പണമില്ലായ്മ അവിടെ നമുക്ക് കാണാൻ പറ്റാത്ത വണ്ണമുള്ള
ഒരു പൂർണ്ണ ഹൃദയത്തോടെയുള്ള അന്വേഷണം. 5 പവൻ്റെ മാല നഷ്ടപ്പെട്ടാൽ നമ്മൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ അന്വേഷിക്കുന്ന ആ ചേച്ചിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. 5 പവൻ്റെ മാല നഷ്ടപ്പെട്ടാൽ അന്വേഷിക്കുന്നത് പോലെ എന്നെങ്കിലും നമ്മൾ ദൈവത്തെ അന്വേഷിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും നിമിഷങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസത്തിൽ ജീവിതത്തിൽ എന്നെങ്കിലും നമ്മൾ ഇതുപോലെ ഒരു അന്വേഷണം, ദൈവമേ ഞാൻ നിന്നെ തേടുന്നു, ദൈവമേ നീർച്ചാൽ തേടുന്ന മാൻപേടയെപ്പോലെ ഞാൻ നിന്നെ തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ നിന്നും ഒരു നിലവിളി എന്നെങ്കിലും ഉയർന്നിട്ടുണ്ടോ? അങ്ങനെ എന്നെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിന്നും അന്തരംഗത്തിൻ്റെ ഉള്ളിൽ നിന്നും ഒരു തേങ്ങൽ ഉയർന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തെ തേടിയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വചനം ഇന്ന് നമുക്ക് ഉറപ്പ് തരികയാണ്, നമ്മൾ അവിടത്തെ കണ്ടെത്തുക തന്നെ ചെയ്യും. 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപം ക്ഷമിക്കുകയും അവരുടെ ദേശത്തെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയാണ്, മൈ പീപ്പിൾ ഹു ബെയർ മൈ നെയിം. എൻ്റെ നാമം നെറ്റിത്തടത്തിൽ എഴുതി വച്ചിരിക്കുന്ന എൻ്റെ ജനം, മാമോദിസ വെള്ളം വീണ എൻ്റെ ജനം, യേശുവിൽ വിശ്വസിക്കുന്ന എൻ്റെ ജനം, യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് നെറ്റിയിൽ മുദ്രയിടപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം, പരിശുദ്ധാത്മ അഭിഷേകം ഏറ്റുവാങ്ങിയ എൻ്റെ ജനം, യേശുവിനെ കർത്താവായി ആരാധിക്കുന്ന എൻ്റെ ജനം, യേശുവേ എന്ന് വിളിച്ച് യേശുവിനെ മഹത്വപ്പെടുത്തുന്ന എൻ്റെ ജനം, മാലാഖമാരുടെ ആരാധനയിൽ പങ്കുകൊള്ളുന്ന എൻ്റെ ജനം, യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന എൻ്റെ ജനം, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിച്ചാൽ എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം. അതാരാണ് പ്രിയപ്പെട്ടവരെ? യേശുവിൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം. യേശു പറയാണ്, എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശത്തെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഇവിടെ എല്ലാം ഒരു കാര്യം വ്യക്തമാണ്, വെണ്ണീറിന് പകരം പുഷ്പമാല്യം നൽകുവാൻ കൊതിക്കുന്നൊരു ദൈവം നമുക്കുണ്ട്. നമ്മുടെ കരച്ചിലിന് പകരം ആനന്ദത്തിൻ്റെ തൈലം തരാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ അന്വേഷിക്കണം. പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടിയത് കൊണ്ട് മാത്രം ഇന്നുവരെ ആരും ദൈവത്തെ കണ്ടുമുട്ടിയിട്ടില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പ്രാർത്ഥനകൾ ചൊല്ലാൻ നമുക്കറിയാം, എന്നാൽ പ്രാർത്ഥിക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാ എന്നാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത്. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പരിശുദ്ധാത്മാവ് തന്നെ അവാച്യമായ നെടുവീർപ്പുകളാൽ നമ്മളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ഒരു ചേച്ചിയെ ഓർക്കാണ്. ചേച്ചി ഒരു നേഴ്സാണ്. ഇന്ത്യക്ക് പുറത്തെ ഒരു ഗൾഫ് രാജ്യത്തിൽ ചേച്ചി ജോലി ചെയ്യുന്നു. അവിടുത്തെ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. 45 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ഭർത്താവ് മരിച്ചുപോയി. ചേച്ചി മക്കളുമില്ല. പ്രിയപ്പെട്ടവരെ, ഒരു ഭാര്യ എന്നുള്ള നിലയിൽ ഏറ്റവും വലിയ വേദനയിലൂടെ കടന്നു പോവുകയാണ്. മക്കളില്ല, ഭർത്താവ് 45 വയസ്സാകുന്നതിന് മുമ്പേ മരിച്ചു പോവുകയാണ്. അപ്പോൾ ഭർത്താവിൻ്റെ ശവമഞ്ചം അതിൻ്റെ അടുത്തിരുന്ന് ഭാര്യയായി ചേച്ചി കരയുകയാണ്. ആളുകൾ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്, പക്ഷേ ആർക്കും ചേച്ചിയെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു സഹോദരി. പക്ഷെ ഇങ്ങനെ ഭർത്താവിൻ്റെ ശവമഞ്ചത്തിൻ്റെ അടുത്തിരുന്ന് കരയുന്നതിൻ്റെ ഇടയിൽ എപ്പോഴോ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഹൃദയം പൂർണ്ണമായും യേശു ക്രിസ്തുവിൻ്റെ നെഞ്ചിലോട്ട് ചെന്ന് അമർന്നു. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, യേശുവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാനങ്ങേ തേടുന്നു. യേശുവേ, എൻ്റെ ഈ വേദനയുടെ നിമിഷങ്ങളിൽ, എൻ്റെ ഈ കണ്ണുനീരിൻ്റെ നിമിഷങ്ങളിൽ, എൻ്റെ ഈ തകർച്ചയുടെ നിമിഷങ്ങളിൽ, എൻ്റെ ഈ ഏകാന്തതയുടെയും ഒറ്റപ്പെട്ടു പോയ ഈ നിമിഷങ്ങളിൽ യേശുവേ, നീ എൻ്റെ ജീവിതത്തിലേക്ക് രാജാവായി, കർത്താവായി, ആശ്വാസമായി, അഭിഷേകമായി, ആനന്ദത്തിൻ്റെ തൈലമായി നീ കടന്നു വരണമേ. ഹൃദയം നുറുങ്ങിക്കൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന. തൊട്ടടുത്തിരുന്ന ആൾക്ക് പോലും ചേച്ചി എന്താ പ്രാർത്ഥിച്ചെന്ന് അറിയത്തില്ല, പക്ഷേ കർത്താവ് അത് കേട്ടു. പ്രിയപ്പെട്ടവരെ, ആ നിമിഷത്തിൽ ചേച്ചി പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചേച്ചിയുടെ മേൽ അതിശക്തമായി ഇറങ്ങി വന്നു. ഇറങ്ങി വന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. കരച്ചിൽ നിന്നു. ഉള്ളിൽ നിന്നും സന്തോഷത്തിൻ്റെ കുമിളകൾ പൊട്ടിവിടരാൻ തുടങ്ങി. പിന്നീട് പൊട്ടിച്ചിരിക്കണമെന്ന് തോന്നുകയാണ്. കരച്ചിൽ അവിടം കൊണ്ട് അവസാനിച്ചു. പ്രിയപ്പെട്ടവരെ, അനേക വർഷങ്ങൾ കഴിഞ്ഞുപോയി. ചേച്ചി പിന്നീട് ഒരിക്കലും തൻ്റെ മരിച്ചുപോയ ഭർത്താവിനെ കുറിച്ച് ഓർത്ത് ഇന്ന് വരെ കരഞ്ഞിട്ടില്ല. തനിക്കൊരു കുട്ടിയില്ലല്ലോ എന്നോർത്ത് ചേച്ചി ഇന്ന് വരെ കരഞ്ഞിട്ടില്ല. ആ നാട്ടിൽ, ആ ഇടവകപ്പള്ളിയിൽ ഏറ്റവും സന്തോഷവതിയായിട്ട് നടക്കുന്ന ചേച്ചിയായിട്ട്
ആ ചേച്ചി ഇന്നും അവിടെ ജീവിക്കുന്നു, ശുശ്രൂഷ ചെയ്യുന്നു, നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു, സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിയാകുന്നു. പാപികളെ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരാൻ ആകർഷിച്ച് കൊണ്ടുവരാൻ ഓടി നടക്കുന്നു. തനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുന്നു. എങ്ങനെയാണിത് സാധിക്കുന്നത്? പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു അത്ഭുതം സംഭവിക്കുകയാണ്. രണ്ടാമതായിട്ട്, ആരോടാണ് കർത്താവ് ഇത് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, വെറുതെ കരയുന്നവരോടല്ല, പകരം യേശയ്യായുടെ പുസ്തകം 61-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനം പറയുന്നു, സിയോനിൽ വിലപിക്കുന്നവർക്ക് അവിടുന്ന് ആശ്വാസത്തിൻ്റെ തൈലം നൽകുന്നു, ആനന്ദത്തിൻ്റെ തൈലം നൽകുന്നു, വെണ്ണീറിന് പകരം പുഷ്പമാല്യം നൽകുന്നു. ധാരാളം പേര് ലോട്ടറി അടിക്കാത്തതിനെ ഓർത്ത് കരയാറുണ്ട്. അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ പെൺകുട്ടിക്ക് തങ്ങളുടെ മകളേക്കാൾ നല്ലൊരു കല്യാണാലോചന വന്നപ്പോൾ അതിനെ ഓർത്ത് കരയുന്നവരുണ്ട്. അടുത്ത വീട്ടിലെ വ്യക്തി വലിയൊരു വീട് വെച്ചപ്പോൾ അതിനെ ഓർത്ത് കരയുന്നവരുണ്ട്. ശമ്പളം വേറൊരാൾക്ക് കൂട്ടിക്കിട്ടിയപ്പോൾ കരയുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ലോകത്തിൻ്റെ കരച്ചിലുകൾ ധാരാളമുണ്ട്. ഇവിടെ ലോകത്തിൻ്റെ കരച്ചിലുകളെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. സിയോനിൽ കരയുന്നവർ, ദൈവരാജ്യത്തിൽ കരയുന്നവർ, സിയോന്റെ അനുഭവത്തിൽ വന്നിട്ട് കരയുന്നവർ, സ്വർഗീയ ജെറുസലേമിലേക്ക് കടന്നു വന്നിട്ട് കരയുന്നവർ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് കരയുന്നവർ, ദൈവത്തിൻ്റെ മകനും മകളും ആയതിനു ശേഷം കരയുന്നവർ. ആരാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ കരയുന്നത്? യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ വന്നതിന് ശേഷം നമ്മൾ കരയുന്നുവെങ്കിൽ, കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ണുനീർ ആശ്വാസമായി മാറും. ഇതാ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം പറയുന്നു, കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ കരയേണ്ടത് പാപങ്ങളെ ഓർത്താണ്. നമ്മൾ ദൈവത്തെ വേദനിപ്പിച്ചല്ലോ എന്നോർത്തുള്ളൊരു കരച്ചിൽ. പ്രിയപ്പെട്ടവർ, യഥാർത്ഥത്തിൽ ആത്മീയ മനുഷ്യർ ആരാന്നറിയാമോ? തങ്ങളുടെ സങ്കടങ്ങളെ ഓർത്ത് കരയുന്നതിൽ തെറ്റില്ല, ഒരിക്കലും തെറ്റില്ല കേട്ടോ. നമ്മുടെ സങ്കടങ്ങളെ ഓർത്ത് നമ്മൾ ദൈവത്തിന് മുമ്പിൽ കരയുക തന്നെ വേണം. പക്ഷെ യഥാർത്ഥ ആത്മീയ മനുഷ്യരെന്ന് പറയുന്നത് തങ്ങളുടെ സങ്കടങ്ങൾ ഉള്ളപ്പോഴും തങ്ങൾ ദൈവത്തെ വേദനിപ്പിച്ചല്ലോ എന്നോർത്ത് കരയുന്നവരാണ്. ദൈവത്തിൻ്റെ വേദനയെ ഓർത്ത് പൊട്ടിക്കരയുന്നവരാണ്. ദൈവത്തിന് നൊമ്പരം കൊടുത്തല്ലോ എന്നോർത്ത് കരയുന്നവരാണ്. ദൈവത്തിൻ്റെ വേദനയെപ്പറ്റി ചിന്തിക്കുന്നവരാണ് യഥാർത്ഥ ആത്മീയ മനുഷ്യർ. അവരുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കാം, പക്ഷേ അവർ കർത്താവിനെ വേദനിപ്പിച്ച ഒരു വാക്ക്, കർത്താവിനെ മുറിപ്പെടുത്തി കഴിഞ്ഞ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവം, ഇതിനെല്ലാം ഓർത്ത് കരയുന്നവരാണ് യഥാർത്ഥത്തിൽ ആത്മീയ മനുഷ്യർ. നമ്മൾ ദൈവത്തിൻ്റെ വചനം വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിന് എങ്ങനെ മാറ്റം വന്നു, വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിക്കവലകളിൽ ചിതറിക്കിടക്കുന്നത് എങ്ങനെ, സിയോന്റെ അമൂല്യരായ മക്കൾ, തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിൻ്റെ വിലയുള്ളവർ, കുശവന്റെ കയ്യിലെ മൺപാത്രം പോലെ ഗണിക്കപ്പെട്ടതെങ്ങനെ. അത്ഭുതകരമായൊരു വചനമാണിത്. സ്വർണം എങ്ങനെ മങ്ങിപ്പോയി. അഭിഷേകം നിറഞ്ഞ മകനെ മകളെ, സ്വർണം പോലെ വെട്ടിത്തിളങ്ങിക്കൊണ്ടിരുന്ന മകനെ മകളെ, നീ എങ്ങനെ കരിക്കട്ട പോലെയായി തീർന്നു. സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിനെങ്ങനെ മാറ്റം വന്നു. വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ, ദൈവഭവനം പണിയാൻ ഉപയോഗിച്ച കല്ലായ നീ വഴിയിലെങ്ങനെയാണ് വഴിയിൽ കിടക്കുന്ന കല്ലായി തീർന്നത്? നിന്റെ തൂക്കത്തിനൊപ്പം തങ്കത്തിൻ്റെ വിലയുണ്ടായിരുന്ന നീ എങ്ങനെയാണ് മൺപാത്രമായി തീർന്നത്? ദൈവം ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവം മാത്രമല്ല, ഒരു വ്യക്തി തന്നോട് തന്നെ ചോദിക്കുന്ന നിമിഷങ്ങളുണ്ട്. ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അവിടുത്തെ പരിശുദ്ധമായ സാന്നിധ്യം കടന്നു വരുമ്പോൾ, അവിടുത്തെ സ്നേഹം അനുഭവിക്കുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നൊരു സത്യമുണ്ട്. ഞാനാകുന്ന സ്വർണം മങ്ങിപ്പോയിരിക്കുന്നു, ഞാനാകുന്ന തങ്കം മാറ്റം വന്നിരിക്കുന്നു, എനിക്ക് മാറ്റം വന്നു. ഞാൻ കൂരിരുട്ടിലായിരിക്കുന്നു, ഞാൻ കരിക്കട്ടയായിരിക്കുന്നു. എൻ്റെ ആത്മീയത നഷ്ടപ്പെട്ടിരിക്കുന്നു, എൻ്റെ തേജസ് നഷ്ടപ്പെട്ടിരിക്കുന്നു, എൻ്റെ പഴയ തീക്ഷ്ണത നഷ്ടപ്പെട്ടിരിക്കുന്നു, എൻ്റെ ഉത്സാഹം, എൻ്റെ ഉണർവ് നഷ്ടപ്പെട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനാചേതന നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാനൊരു കരിക്കട്ടയായി തീർന്നിരിക്കുന്നു, സ്വർണ്ണപാത്രമായ ഞാൻ മൺപാത്രമായി തീർന്നിരിക്കുന്നു. ഇത് ഒരു കരച്ചിലായി മാറുകയാണ്. യോനാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു, എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം വിയറ്റ്നാം എന്ന് പറയുന്ന രാജ്യവുമായി ഒരുപാട് വർഷങ്ങൾ, നീണ്ട വർഷങ്ങൾ യുദ്ധം ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ആരും ജയിച്ചില്ല, ആരും തോറ്റില്ല എന്ന് പറയത്തക്കവണ്ണം അവസാനിച്ചൊരു യുദ്ധമായിരുന്നു അത്. ആ യുദ്ധത്തിനിടയിലുണ്ടായ ഒരു സംഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ടോണി എന്നു പേരുള്ള ഒരു പട്ടാളക്കാരൻ അമേരിക്കയിൽ നിന്നും വിയറ്റ്നാമിൽ യുദ്ധം ചെയ്യാനെത്തുകയാണ്. അദ്ദേഹം തന്നെ ഏതാണ്ട് 27ഓളം ഒളിപ്പോരാളികളെ കൊന്നൊടുക്കി.
അതിൽ 27ാമതായിട്ട് അദ്ദേഹത്തിൻ്റെ മുൻപിൽ വന്ന് പെട്ട മനുഷ്യൻ തോക്കിൻ്റെ തൊട്ട് മുൻപിൽ ഈ വിയറ്റ്നാം ഒളിപ്പോരാളി വന്ന് നിൽക്കുകയാണ്. ഇദ്ദേഹം തോക്കിൻ്റെ കാഞ്ചി വലിക്കാൻ പോവുകയാണ്. ആ ഒളിപ്പോരാളിയുടെ 2 കണ്ണുകൾ ദയനീയമായിട്ട് ടോണി എന്ന പട്ടാളക്കാരനെ നോക്കുകയാണ്. ജീവന് വേണ്ടി കേഴുകയാണ്. എന്നെ കൊല്ലല്ലേ, എന്നോട് കരുണ കാണിക്കണമേ, എന്നെ വെറുതെ വിടണമേ, എന്നോട് ദയ കാണിക്കണമേ എന്ന് നിലവിളിക്കുന്ന 2 കണ്ണുകൾ. ഭീതിയാൽ പടപടാ നിടിക്കുന്ന ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ്റെ നെഞ്ച് അവൻ നിന്ന് വിറയ്ക്കുകയാണ്. മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. കരുണയ്ക്ക് വേണ്ടി ആ 2 കണ്ണുകൾ അഗാധമായിട്ട് കേഴുന്നു. ദയ കാണിക്കണേ എന്ന് മൗനത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നു. ടോണി ഒരു നിമിഷം ചിന്തിച്ചു, ഞാനൊരു പട്ടാളക്കാരനാണ്, ഞാൻ കരുണ കാണിക്കാൻ പാടില്ല. യുദ്ധഭൂമിയിൽ എനിക്ക് ശത്രുക്കൾ മാത്രമേ ഉള്ളൂ. ഇത് യുദ്ധഭൂമിയാണ്, ഇവിടെ ഞാൻ കരുണ കാണിക്കാൻ പാടില്ല. തൊട്ടടുത്ത് നിന്നിരുന്ന ആ വിയറ്റ്നാം ഒളിപ്പോരാളിയുടെ നെഞ്ചിന് നേരെ ടോണി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തുരുതുരാ വെടിവെക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ പിടഞ്ഞു വീഴുന്നു. പ്രിയപ്പെട്ടവരെ, കുറച്ച് നാൾക്ക് ശേഷം ടോണി അമേരിക്കയിലേക്ക് തിരിച്ചെത്തുകയാണ്. പക്ഷെ തൻ്റെ ഭവനത്തിൽ അദ്ദേഹത്തിന് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. ഉറങ്ങുമ്പോഴെല്ലാം തൻ്റെ ജീവന് വേണ്ടി നിലവിളിക്കുന്ന ഈ ഒളിപ്പോരാളിയുടെ ദയനീയമാർന്ന 2 കണ്ണുകൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ മുൻപിലേക്ക് വരികയാണ്. സമാധാനം നഷ്ടപ്പെട്ട ടോണി മദ്യത്തിൽ ആശ്രയിക്കുകയാണ്. എന്തെല്ലാം ചെയ്തിട്ടും അദ്ദേഹത്തിന് സമാധാനം തിരിച്ചു കിട്ടുന്നില്ല. അവൻ എന്നോട് കരുണയ്ക്ക് വേണ്ടി യാചിച്ചിട്ടും ഞാൻ അവനെ വെടിവെച്ച് കൊന്നല്ലോ. അവൻ എന്നോട് ദയ തോന്നണമേ എന്ന് പറഞ്ഞിട്ടും എനിക്ക് കരുണയുടെ ഒരിറ്റു പോലും കാണിക്കാൻ സാധിച്ചില്ലല്ലോ എന്നോർത്ത് ടോണി എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ അസ്വസ്ഥനാകുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ മുറിവ് ഉണങ്ങുന്നില്ല. നീണ്ട 12 വർഷങ്ങൾ കടന്നുപോയി പ്രിയപ്പെട്ടവരെ. 12 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ മുറിവ് ഉണങ്ങുന്നില്ല. ഈ കണ്ണുകൾ തന്നെ വേട്ടയാടുകയാണ്. ഈ ദയനീയമാർന്ന നിലവിളി തൻ്റെ പുറകെ വരികയാണ്. ആ ചെറുപ്പക്കാരൻ്റെ മുഖം മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല. ഉറക്കം നഷ്ടപ്പെട്ടു, വിശപ്പ് നഷ്ടപ്പെട്ടു. ഒരു ദിവസം ഈ ടോണി ഒരു ഹോട്ടലിൽ താമസിക്കുമ്പോൾ ടെലിവിഷൻ്റെ ചാനലുകൾ ചുമ്മാ രസത്തിന് വേണ്ടി ഇങ്ങനെ മാറി മാറി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ EWTN എന്ന് പറയുന്ന ചാനൽ വരികയാണ്. അതിൻ്റെ സ്ഥാപകയായ മദർ ആഞ്ചലിക്ക അതിലിരിക്കുകയാണ്. ആ സമയത്ത് ഒരു ലൈവ് ഇൻ പ്രോഗ്രാം നടക്കുകയാണ്. അതായത് പ്രേക്ഷകർക്ക് ടെലിഫോണിലൂടെ മദർ ആഞ്ചലിക്കയുമായിട്ട് നേരിട്ട് സംസാരിക്കാനുള്ള അവസരം EWTN കൊടുത്തിരിക്കുകയാണ്. മദർ ആളുകളുടെ ടെലിഫോൺ കോളുകൾ സ്വീകരിക്കുകയാണ്. എന്തും വരട്ടെ എന്ന് എഴുതിയ ഹോട്ടൽ മുറിയിൽ ഇരുന്നു കൊണ്ട് ടോണി മദർ ആഞ്ചലിക്കായി ടെലിഫോണിലൂടെ കോൺടാക്ട് ചെയ്യുകയാണ്. മദർ ചോദിച്ചു, എന്താ ടോണി, പറഞ്ഞോളൂ. പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവൻ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണത്. ആ സമയത്ത് ടോണി ചോദിക്കുകയാണ്, മദർ, ജീവനു വേണ്ടി കേണ ഒരു ചെറുപ്പക്കാരനോട് കരുണ കാണിക്കാത്ത ദുഷ്ടനാണ് ഞാൻ. അവൻ്റെ നെഞ്ചിന് നേരെ തുരുതുരാ നിറയൊഴിച്ച പാപിയാണ് ഞാൻ. 12 വർഷം കഴിഞ്ഞിട്ടും എൻ്റെ കുറ്റബോധം മാറുന്നില്ല, എൻ്റെ നിരാശ മാറുന്നില്ല, എൻ്റെ വേദന മാറുന്നില്ല, എൻ്റെ കണ്ണുനീര് മാറുന്നില്ല, എനിക്കുറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ വേട്ടയാടപ്പെടുകയാണ്, എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു, എൻ്റെ മുറിവ് ഉണങ്ങുന്നില്ല, ആരെക്കൊണ്ടും അത് ഉണക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം മദർ? മദർ അല്പനേരം ആലോചിച്ചിരുന്നു. ലോകം മുഴുവനും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ ശ്വാസമടക്കി പിടിച്ച് ടോണി എന്ന് പറയുന്ന ഈ അമേരിക്കൻ പട്ടാളക്കാരൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുകയാണ്. മദർ പറഞ്ഞു, മോനെ, നിന്റെ മുറിവിനെ സുഖപ്പെടുത്തുവാൻ ലോകത്തിൽ ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കൂ. മറ്റാരെക്കൊണ്ടും നിന്റെ ഈ മുറിവിനെ ഉണക്കാൻ സാധിക്കുകയില്ല. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിന്റെ 25-ാം വചനം അരുളി ചെയ്തവന് നിന്നെ സുഖപ്പെടുത്താൻ സാധിക്കും. എന്നെ പ്രതി നിന്റെ പാപങ്ങൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ. നിന്റെ പാപങ്ങൾ ഞാൻ ഒരു നാളും ഓർമ്മിക്കുകയില്ല എന്ന് വിളിച്ചു പറഞ്ഞവൻ ഒരുവൻ മാത്രം, യേശു ക്രിസ്തു. അവൻ്റെ രക്തമൊഴുകുന്ന കുരിശിലേക്ക് നീ കടന്നു വരിക, അവൻ്റെ മുഖത്തേക്ക് നീ നോക്കുക. കരുണ കാണിക്കാൻ മറന്നുപോയ എന്നോട് കരുണ കാണിക്കണമെന്ന് നീ ഒന്ന് യാചിക്കുക. അവൻ നിന്നെ അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകും. അവൻ നിന്നെ കുരിശിൽ നിന്ന് കൈകൾ നീട്ടി മാറോട് ചേർത്ത് പിടിക്കും. അവൻ നിന്നെ ചുംബിക്കും. അവൻ നിന്നെ ആലിംഗനം ചെയ്യും. അവൻ നിന്നെ കൃപ കൊണ്ട് പൊതിയും. അവൻ നിന്നെ ദൈവ പൈതലാക്കി മാറ്റും. അവൻ നിന്നെ തനിത്തങ്കമാക്കി മാറ്റും. മങ്ങിപ്പോയ സ്വർണം നിനക്ക് തിരിച്ചു കിട്ടും. വിലകെട്ടുപോയ തങ്കത്തെ നിനക്ക് തിരിച്ചു കിട്ടും. നീ വീണ്ടും ദൈവത്തിന്റെ കരങ്ങളിലെ ഒരു പാത്രമായി തീരും. കോൾ അപ്പോൺ ദ നെയിം ഓഫ് ജീസസ്. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തെ നീ വിളിക്കുക. അതുമാത്രമാണ് മകനെ നിനക്ക് ഉത്തരം. സൈക്കോളജിസ്റ്റുകൾക്കോ സൈക്യാട്രിസ്റ്റുകൾക്കോ ഡോക്ടർമാർക്കോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാർക്കോ നിന്റെ മുറിവിനെ ഉണക്കാൻ പറ്റില്ല. നിന്റെ കണ്ണുനീരിനെ അനുഗ്രഹമാക്കി മാറ്റുന്നവൻ, ആനന്ദത്തിന്റെ തൈലമാക്കി മാറ്റാൻ യേശുവിന് മാത്രമേ സാധിക്കൂ. പ്രിയപ്പെട്ടവരെ, ആ ഹോട്ടൽ മുറിയിൽ ഇരുന്നു കൊണ്ട് ടോണി ആ കാർപ്പറ്റിൽ മുട്ടുകൾ മടക്കുകയാണ്. അവൻ യേശുവിനെ വിളിക്കുകയാണ്. യേശുവേ, 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 ജീസസ്, ജീസസ്, ജീസസ്,
ജീസസ്. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. മാറ്റമില്ലാത്ത വചനമാണ്. ടോണി ആശ്വാസം അനുഭവിക്കുകയാണ്. ടോണി ദൈവസാന്നിധ്യം അനുഭവിക്കുകയാണ്. ടോണി കർത്താവിൻ്റെ കരുണ അനുഭവിക്കുകയാണ്. മൂന്നാമതായിട്ട് പ്രിയപ്പെട്ടവരെ, എന്താണ് ദൈവം ഇവിടെ പറയുന്നത്? ദൈവം ഇവിടെ പറയുന്നത്, കരഞ്ഞ് കരഞ്ഞ് തകർന്നു പോയ മകനെ, കരഞ്ഞ് കരഞ്ഞ് തകർന്നു പോയ മകളെ, നീ കരഞ്ഞത് മതി. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ആദ്യത്തെ ചോദ്യം, സ്ത്രീയെ നീ എന്തിന് കരയുന്നു എന്നാണ്. നിനക്ക് പകരം ഞാൻ കരഞ്ഞിട്ടുണ്ട്. നിനക്ക് പകരം ഞാൻ തകർക്കപ്പെട്ടു. നിനക്ക് പകരം ഞാൻ മുറിവേറ്റു. നിനക്ക് പകരം ഞാൻ വേദന സഹിച്ചു. ഇനി നീ കരയുന്നത് എന്തിന്? നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ചോദ്യം അത് തന്നെ, സ്ത്രീയെ നീ എന്തിന് കരയും? എൻ്റെ മനസ്സിലേക്ക് ഒരു ചെറുപ്പക്കാരൻ്റെ മുഖം ഓർമ്മ വരികയാണ്. ഞാൻ ഒരിക്കൽ പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ അവൻ്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞു. നമ്മുടെ കേരളത്തിലെ സാധാരണ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നും അദ്ദേഹം എങ്ങനെയെങ്കിലും കുടുംബം പുലർത്താനുള്ള വ്യഗ്രതയിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അദ്ദേഹം പഠിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു ചെറിയ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമേരിക്കയിൽ ജോലി ചെയ്യാൻ അദ്ദേഹത്തിന് ഒരു ക്ഷണം കിട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന് വലിയ സന്തോഷമായി അമേരിക്കയിൽ പോകാം, ധാരാളം പൈസ ഉണ്ടാക്കാം, കുടുംബത്തെ മുഴുവൻ രക്ഷിക്കാം. അദ്ദേഹം സന്തോഷത്തോടെ ചെന്നൈയിലേക്ക് കടന്നു ചെന്നു. അപ്പോൾ ഇവർ 7 പേരാണ് പോകുന്നത്. ആദ്യം 5 പേരുടെ ഇൻ്റർവ്യൂ ആണ്. ഇവരുടെ ഇൻ്റർവ്യൂ നടക്കുന്നതിന് 2 ദിവസം മുമ്പ് വേൾഡ് ട്രേഡ് സെൻറ്റർ തകർക്കപ്പെടുകയാണ്, സെപ്റ്റംബർ 11. പ്രിയപ്പെട്ടവരെ, അമേരിക്ക വലിയ വേദനയിലായിപ്പോയ നിമിഷങ്ങൾ. അവിടെ തീവ്രവാദി ആക്രമണം നടന്നു. വലിയ വേദനയിലൂടെ എല്ലാവരും കടന്നു പോകുന്ന സമയത്താണ് ചെന്നൈയിൽ ഇവരുടെ ഇൻ്റർവ്യൂ 2 ദിവസം കഴിഞ്ഞിട്ടാണ്. ആദ്യം കടന്നു ചെന്ന 5 പേരുടെയും വിസ തടയപ്പെട്ടു. 5 പേർക്കും പോകാനായിട്ട് സാധിച്ചില്ല. അത് തടയപ്പെട്ടത് കൊണ്ട് ഇവനും കൂട്ടുകാരനും വിസയ്ക്കൊട്ട് ആപ്ലിക്കേഷൻ കൊടുത്തുമില്ല. തിരിച്ച് വീട്ടിൽ വരാനായിട്ട് ആകെ ബുദ്ധിമുട്ടായി. പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായ അവൻ്റെ കയ്യിലിരുന്ന പൈസയും തീർന്നു. പിന്നീടുള്ള 7 ദിവസങ്ങൾ പൈപ്പ് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ചെന്നൈയിലുള്ള മൗണ്ട് തോമസ് പള്ളിയിൽ, തോമസ് ലീഹയുടെ നാമത്തിലുള്ള പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. കാലത്ത് പോയി വെള്ളം കുടിക്കും, ഉച്ചയ്ക്കും രാത്രിയും വെള്ളം കുടിക്കും, പകൽ മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കും, സക്രാരുടെ മുമ്പ് ഇരുന്ന് പ്രാർത്ഥിക്കും. യേശുവേ എന്നെ സഹായിക്കണമേ, തോമസ് ലീഹായെ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ, യേശുവേ എന്നെ സഹായിക്കണമേ. 7 ദിവസങ്ങൾ പൈപ്പ് വെള്ളം മാത്രം കുടിച്ചവിടെ ഇരിക്കുകയാണ്. 7ാമത്തെ ദിവസം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മൃദുല സ്വരം കേൾക്കാണ്, മകനെ നീ കൊണ്ടുപോയി വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ഒന്നും ആലോചിച്ചില്ല, അവൻ കൊണ്ടുപോയി വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു. അവൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് കിട്ടി, ദിവസം വന്നു. ഇവൻ ഒട്ടിയ വയറും കുഴിഞ്ഞ കണ്ണുകളും ഒട്ടിപ്പോയ കവളുകളുമായി ഒരു പേക്കോലം പോലെ ഇവൻ ഇൻ്റർവ്യൂവിന് കടന്നു ചെല്ലുകയാണ്. അവിടുത്തെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്ന ആള് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ചോദിച്ചു, നീ ഇത്രയും ദിവസം കരയുകയായിരുന്നു, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഈ രൂപത്തിലാണോ ഇൻ്റർവ്യൂവിന് വരേണ്ടത്? ഇത് എന്ത് രൂപമാണിത്? നീ പട്ടിണി കിടക്കുകയായിരുന്നോ? 5-6 ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചു. കണ്ണിൽ നിന്നും ഒഴുകി വന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു, സാർ 7 ദിവസമായിട്ട് ഞാൻ പൈപ്പ് വെള്ളം കുടിച്ച് ജീവിക്കുകയാണ്. ഞാനൊരു സാധാരണ വീട്ടിലെ അംഗമാണ്. എൻ്റെ പെങ്ങളുമാരെ കെട്ടിക്കാനായിട്ടുണ്ട്. എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു. ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു പള്ളിയിൽ പോയി രാവിലെ മുതൽ രാത്രി വരെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. 7 ദിവസങ്ങൾ ഞാൻ പൈപ്പ് വെള്ളം കുടിച്ചാണ് സാർ മുന്നോട്ട് പോയത്. ഇന്ന് ഞാനിവിടെ എൻ്റെ ഉള്ളിൽ കിട്ടിയ ഒരു പ്രേരണയാൽ വന്നതാണ്. പ്രിയപ്പെട്ടവരെ, ആ നല്ലവനായ ഓഫീസർ ഒന്നും ചോദിച്ചില്ല, അവൻ്റെ പാസ്പോർട്ട് മേടിച്ചു വയ്ക്കുകയാണ്, അവൻ്റെ വിസ അടിക്കുകയാണ്, അവൻ അമേരിക്കയിൽ എത്തിച്ചേരുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ണുനീരോടെ ചെറുപ്പക്കാരനോട് പറയുകയാണ്, ഡോക്ടർ ജോൺ, ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെ ഞാൻ ചെന്നൈയിൽ കണ്ടുമുട്ടി. ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന, കണ്ണുനീരിനെ ആനന്ദത്തിന്റെ തൈലമാക്കി മാറ്റുന്ന, വെണ്ണീരിനെ പുഷ്പമാല്യമാക്കി മാറ്റുന്ന, അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്ന, കരഞ്ഞ് കരഞ്ഞ് തളർന്നു പോകുന്ന കണ്ണിന്റെ കണ്ണുനീർ തുടച്ചു മാറ്റി മാറോട് ചേർത്ത് പിടിക്കുന്ന യേശുവിനെ ഞാൻ കണ്ടെത്തി. പത്രോസ് ഒത്തിരി കരഞ്ഞവനാ. കർത്താവിനെ ഞാൻ തള്ളിപ്പറഞ്ഞല്ലോ, ഞാൻ പാപിയാണല്ലോ എന്നോർത്ത് കരഞ്ഞു. അവൻ്റെ കണ്ണുനീർ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് തുടച്ചു മാറ്റുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിഷമിക്കരുത്. നമ്മുടെ കണ്ണുനീരിനെ ആനന്ദത്തിൻ്റെ തൈലമാക്കി മാറ്റുന്ന, നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും പുഷ്പമാല്യമണിയിക്കുന്ന ഒരു യേശു നമുക്കുണ്ട്. നമുക്ക് ആ കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ ഒരിക്കൽ കൂടി ഒന്ന് സമർപ്പിക്കാം. തെറ്റുകൾ തിരുത്തേണ്ട മേഖലകളെ തിരുത്താം, മാപ്പ് ചോദിക്കാം, അവനെ പൂർണ്ണ ഹൃദയത്തോടെ തേടാം. യേശുവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ നീ നിറയണമേ, ജീവിതത്തിൽ നീ നിറയണമേ, നിയന്ത്രണം ഏറ്റെടുക്കണമേ, കർത്താവായി ഭരണം നടത്തണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.